ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ കേരള പാഠാവലി പാദവാർഷിക മൂല്യനിർണ്ണയം 2019-20 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എക്സാം എഴുതാനുള്ള സമയം എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വായിക്കാം എഴുതാം എന്ന പ്രവർത്തനമാണ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇതുപോലെ ഏതെങ്കിലും കവിതാഭാഗമോ അല്ലെങ്കിൽ കഥാഭാഗമോ തന്നിട്ടുണ്ടായിരിക്കും. അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകളായിരിക്കും തന്നിട്ടുണ്ടാവുക. അതിൻ്റെ ആൻസർ കണ്ടെത്താനാണ് പറയാറ്. ഓക്കെ, അപ്പോൾ അങ്ങനെ തരുമ്പോൾ കൂട്ടുകാർ തന്ന ഭാഗം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഉത്തരം എഴുതാൻ ശ്രമിക്കുക. ഇവിടെ എൻ കുമാരനാശാന്റെ പൂക്കാലം എന്ന കവിതയിലെ ചില ഭാഗങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ കവിതാഭാഗം ഞാൻ വായിക്കുന്നില്ല, കാരണം വെറുതെ സമയം കളയണ്ട എന്ന് വിചാരിച്ചാണ്. ചിലപ്പം ഇതായിരിക്കില്ല നിങ്ങൾക്ക് തരുന്നത്. പക്ഷെ എന്തായാലും നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഒന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കവിതയിൽ ഏതു കാലത്തെയാണ് വർണ്ണിച്ചിട്ടുള്ളത്? വർഷകാലത്തെ, ശരത്കാലത്തെ, വസന്തകാലത്തെ. ഇവിടെ വസന്തകാലത്തെയാണ് വർണ്ണിച്ചിട്ടുള്ളത്. 2, എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു പക്ഷിയെക്കുറിച്ച് കവിതയിൽ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, ഏതാണ് ആ പക്ഷി? തത്ത, കുയില്, പ്രാവ്. ഇവിടെ കുയിലിനെ കുറിച്ചിട്ടാണ് സന്തോഷിപ്പിക്കുന്ന പക്ഷിയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. 3, ചുവന്ന് മനോഹരമായിരിക്കുന്ന കാടിനെ ഏതിനോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്? ഇലഞ്ഞിപ്പൂക്കളോട്, അസ്തമയ സൂര്യനോട്, അന്തിമേഘങ്ങളോട്. ഇവിടെ അന്തിമേഘങ്ങളോടാണ് സാദൃശ്യപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഇനി 4ാമത്തെ ചോദ്യം തത്തകൾ നെൽക്കതിരുകൾ കൊത്താനെത്തുന്നത്. വായു പുഷ്പഗന്ധം പരത്തുമ്പോൾ, പാടങ്ങൾ പൊന്നിൻ നിറം പൂണ്ടു നിൽക്കുമ്പോൾ, പൂങ്കാവിൽ ആളേറെയാകുമ്പോൾ. ഏതാണ്? ഇവിടെ പാടങ്ങൾ പൊന്നിൻ നിറം പൂണ്ടു പൂക്കുമ്പോഴാണ് തത്തകൾ നെൽക്കതിരുകൾ കൊത്താനെത്തുന്നത്. 5, നിറം എന്ന അർത്ഥത്തിൽ കവിതാഭാഗത്ത് നൽകിയിരിക്കുന്ന മറ്റൊരു പദം എന്ന് പറയുന്നത് ഗന്ധം, വർണ്ണം, നാഗം. ഏതാണ്? വർണ്ണം ആണ്. ഓക്കെ, ഇനി ഇതിലെ 2ാമത്തെ പ്രവർത്തനത്തിലേക്ക് കടക്കാം. 2ാമത്തെ പ്രവർത്തനം ഒരു അഭിപ്രായക്കുറിപ്പ് എഴുതാനാണ്. MS ബാബുരാജിനെ പോലെ കോഴിക്കോട് അബ്ദുൽ ഖാദറിനെയും കണ്ടെത്തിയത് കുഞ്ഞു മുഹമ്മദ്ക്കയായിരുന്നു. ഇവരെ വളർത്തിയെടുക്കൽ തന്റെ നിയോഗമായി കരുതി അദ്ദേഹം അവരെ പ്രോത്സാഹിപ്പിച്ചു. പാട്ടിന്റെ പാലാഴി എന്ന പാഠഭാഗത്തിലെ കുഞ്ഞു മുഹമ്മദ്ക്കയെ പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ, നമ്മൾ പഠിച്ച പാഠഭാഗമാണല്ലേ. പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവങ്ങളെ കുറിച്ചിട്ടെല്ലാം എഴുതണം. കൂടാതെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, അതിലെ നന്മ തുടങ്ങിയവ ഉൾപ്പെടുത്തേണ്ടതാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞു മുഹമ്മദ്ക്കയെ കുറിച്ചിട്ടുള്ള പാഠഭാഗം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് എന്തൊക്കെ എഴുതാൻ കഴിയും? കുഞ്ഞു മുഹമ്മദ്ക്കയെ പോലുള്ള നന്മ നിറഞ്ഞ മനുഷ്യരെയാണ് സമൂഹത്തിന് ആവശ്യം. ദരിദ്രരായ കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി അവരെ ഉയർച്ചയുടെ പടവുകൾ കയറ്റിവിട്ടു അദ്ദേഹം. അവർ കലാലോകത്ത് എല്ലാവരും ആദരിക്കുന്നവരായി KT മുഹമ്മദും KP ഉമ്മറും കോഴിക്കോട് അബ്ദുൽ ഖാദറും MS ബാബുരാജുമെല്ലാം അദ്ദേഹത്തിന്റെ സ്നേഹതണലിൽ വളർന്നവരാണ്. തെരുവിലൂടെ വയറ്റത്തടിച്ച് പാടി നടന്ന MS ബാബുരാജ് എന്ന കുട്ടിയുടെ ഉള്ളിലെ സംഗീതം തിരിച്ചറിഞ്ഞ് അവന് വളരാനുള്ള സാഹചര്യം കുഞ്ഞു മുഹമ്മദ്ക്ക ഒരുക്കി കൊടുത്തു. വിദ്യാഭ്യാസം കുറവായിരുന്നെങ്കിലും കലകളോടുള്ള അദ്ദേഹത്തിന്റെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാൻ അദ്ദേഹത്തിന് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി സംഗീത സദസ്സുകളും നാടക അരങ്ങുകളും സംഘടിപ്പിക്കുകയും ചെയ്തു. സ്വന്തം ജീവിതം മറ്റുള്ളവരുടെ ഉന്നതിക്കായി സമർപ്പിച്ച മഹാനായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. കൂട്ടുകാർക്ക് അറിയാവുന്ന പോയിന്റ്സും കൂടെ നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്തി എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കണ്ടുവന്നിട്ടുള്ളതാണ്. ഇനി 3ാമത്തെ പ്രവർത്തനം നോക്കാം. ദൃക്സാക്ഷി വിവരണമാണ് എഴുതേണ്ടത്. മയന്റെ മായാജാലം എന്ന കവിതാഭാഗത്ത് നിമിഷ നേരം കൊണ്ട് അതിഭീകരമായ കൊട്ടാരം പണിതുയർത്തുന്ന രംഗത്തിന്റെ ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കിയിരുന്നല്ലോ. കുഞ്ചൻ നമ്പ്യാരുടെ കല്യാണ സൗഗന്ധികം തുള്ളലിൽ തന്റെ വഴിമുടക്കി കിടക്കുന്ന ഹനുമാനെ അവിടെ നിന്നും നീക്കാൻ ഭീമന്റെ ശ്രമം അവതരിപ്പിച്ചിരിക്കുന്നത് വായിക്കും. സംഭവത്തിന്റെ ഭാവത്തിനും വൈകാരികതയ്ക്കും അനുയോജ്യമായ ദൃക്സാക്ഷി വിവരണം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം ഹനുമാനെ അവിടെ നിന്നും നീക്കാൻ ഭീമൻ എന്തൊക്കെയാണോ ചെയ്തത് അതെല്ലാം കുറിച്ച് ഒരു ദൃക്സാക്ഷി വിവരണമാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനെ ഒരു വിവരണമാക്കിയിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ എങ്ങനെ തുടങ്ങാം? യാത്രക്ക് തടസ്സമായി കിടക്കുന്ന കിഴവൻ കുരങ്ങനെ കണ്ട് ദേഷ്യം പൂണ്ട് നിൽക്കുകയായിരുന്നു ഭീമൻ. ഹനുമാന്റെ നീണ്ടു നിൽക്കുന്ന വാല് ഗദ കൊണ്ട് നീക്കിയിട്ട് നടന്നു പോകാം എന്ന് തീരുമാനിച്ച ഭീമൻ അതാ പതിയെ നടന്നെടുക്കുകയാണ്.
ഹനുമാൻ ചെറിയൊരു ചിരിയോടെ ഭീമനെ നോക്കി കിടക്കുകയാണ്. അതുകൂടി കണ്ടപ്പോൾ ഭീമന് ദേഷ്യം ഇരച്ചു കയറുന്നുണ്ട്. അതാ ഹനുമാന്റെ അടുത്ത് ഭീമൻ എത്തിക്കഴിഞ്ഞു. ഗദ കയ്യിലെടുത്ത് വാല് പൊക്കാനുള്ള ശ്രമം ഭീമൻ തുടങ്ങിക്കഴിഞ്ഞു. ശക്തനായി തനിക്ക് ഒരു കൈകൊണ്ട് വാല് പൊക്കാം എന്ന ഭാവത്തിൽ ഭീമൻ ശ്രമം നടത്തുകയാണ്. അത്ര പെട്ടെന്ന് നടക്കില്ല എന്ന് ഭീമന്റെ മുഖഭാവത്തിൽ നിന്ന് ഊഹിക്കാൻ കഴിയുന്നുണ്ട്. അതാ രണ്ടു കൈകൊണ്ടും ഭീമൻ ശ്രമം തുടങ്ങിയിരിക്കുകയാണ്. അട്ടഹാസവും മുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സർവ്വശക്തിയും എടുത്ത് ഗദ കൊണ്ട് തിക്കി വാല് പൊക്കാൻ വീണ്ടും ശ്രമം നടത്തുകയാണ്. ഹനുമാനാകട്ടെ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ചെറു ചിരിയോടെ അവിടെ തന്നെ കിടക്കുന്നു. നീണ്ടു തടിച്ച വാലിന്റെ അഗ്രഭാഗത്തെ ഒരു രോമം പോലും ഇളക്കാൻ ഭീമൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. തന്നെ കൊണ്ടാവുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞ ഭീമൻ ഇപ്പോഴതാ എല്ലാ ശ്രമവും ഉപേക്ഷിച്ച് മാറി നിൽക്കുകയാണ്. അതാ ഹനുമാന്റെ മുന്നിൽ പരാജയം സമ്മതിച്ച് ഭീമൻ തലകുനിച്ച് നിൽക്കുന്നു. ഇതാണ് ഇവിടെ ദൃക്സാക്ഷി വിവരണമായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. പക്ഷെ ദൃക്സാക്ഷി വിവരണം എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അതിൻ്റെതായ രീതിയിൽ വേണം നിങ്ങളിത് എഴുതാൻ. ഓക്കെ, അപ്പോൾ അവിടെ ഒന്ന് സംഭവിച്ചു, അടുത്തത് സംഭവിച്ചു, അങ്ങനെ ഒരു വിവരണം അപ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇതുപോലെയാണ് നിങ്ങൾ ദൃക്സാക്ഷി വിവരണം എഴുതേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാലോ. നാലാമത്തെ പ്രവർത്തനമാണ് ഡയറി കുറിപ്പാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അവൾ കൃതജ്ഞാപൂർവ്വം പപ്പുവിനെ ഒരു നോക്കിയിട്ട് തിരിഞ്ഞു നടന്നു. പപ്പുവും അവളുടെ കൂടെ നടന്നു. അങ്ങനെ നടക്കുവാൻ അവൾക്കൊരാഗ്രഹം. നീ നാളെ വരുമോ? അയാൾ ചോദിച്ചു. എന്തിനാ? വെറുതെ. നീ എന്നെ ഇരുട്ടിയിടുവോ? അവൾ ചോദിച്ചു. ഇല്ല. അയാളും ചിരിച്ചു. എന്നാ വരാം. വീട്ടിലെത്തിയ ലക്ഷ്മിക്ക് അന്നത്തെ സംഭവങ്ങൾ മറക്കാനേ കഴിഞ്ഞില്ല. അവൾ ബുക്കെടുത്ത് അന്നത്തെ ഡയറി എഴുതി. ലക്ഷ്മി ഡയറിയിൽ എന്തൊക്കെയായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? ലക്ഷ്മിയെ റിക്ഷ തട്ടിയ ദിവസത്തെ ഡയറി തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പാഠഭാഗം നമുക്ക് അറിയാവുന്നതാണല്ലേ. അപ്പോൾ ഡയറി എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അതിൽ തീയതി ഉണ്ടായിരിക്കണം, ദിവസം ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ സമയവും ഉണ്ടായിരിക്കണം. ഓക്കെ, തീയതിയും ദിവസവും ഒരു ഭാഗത്തും സമയം മറ്റൊരു ഭാഗത്തുമാണ് നിങ്ങൾ എഴുതേണ്ടത്. എന്നിട്ട് ഡയറി എഴുതി തുടങ്ങാം. ഇന്നെനിക്ക് മറക്കാനാവാത്ത ദിവസമാണ്. സ്നേഹമുള്ള ഒരു അമ്മാവനെ കണ്ടുമുട്ടിയ ദിവസം. പപ്പു എന്ന അദ്ദേഹത്തിൻ്റെ പേര്. റിക്ഷക്കാരൻ പപ്പു. അദ്ദേഹത്തിൻ്റെ റിക്ഷ മുട്ടി ഞാൻ ഓടയിൽ വീണു. അദ്ദേഹം എന്നെ എടുത്ത് റോഡരികിൽ നിർത്തി. എന്നിട്ട് യാത്രക്കാരനെയും കൊണ്ട് വണ്ടി ഓടിച്ചു പോയി. അപ്പോൾ ശരിക്കും കരച്ചിൽ വന്നു. അവിടെ കൂടി നിന്ന പിള്ളേർ അയാളിനി വരില്ല എന്ന് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു. വീണതിലല്ല, അയാൾ പോയതിലുമല്ല. അത്താഴത്തിനുള്ള അരി പോയതിലാണ് സങ്കടം. എന്തായാലും അദ്ദേഹം തിരികെ എത്തി. കുട്ടയിൽ നിന്നും ചിതറിപ്പോയതിനാൽ കൂടുതൽ സാധനങ്ങളും വാങ്ങിത്തന്നു. കഴിക്കാൻ പഴവും. എനിക്ക് അദ്ദേഹത്തോട് സ്നേഹവും ബഹുമാനവും തോന്നി. നാളെയും കാണാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇന്ന് പോയത്. ഓക്കെ, അപ്പോൾ ഈ സംഭവമാണ് അവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയാണ് നിങ്ങളൊരു ഡയറി എഴുതേണ്ടത്. കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ചാണ് ഡയറി എഴുതേണ്ടത്. ഡയറി എഴുതുമ്പോൾ തീയതി, ദിവസം, സമയം എന്നിവ നിർബന്ധമാണ്. അതുപോലെ ഇതൊരു ബോക്സിൻ്റെ ഉള്ളിലാക്കി കഴിഞ്ഞാൽ ഒന്നും കൂടെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. ഓക്കെ, ഇനി അഞ്ചാമത്തെ പ്രവർത്തനം ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. പശുവിനെ കറക്കുന്ന അമ്മയുടെ അടുത്ത് പാലിനു വേണ്ടി പാത്രവുമായി കാത്തു നിൽക്കുന്ന ഉണ്ണിക്കണ്ണനെ വാക്കുകൾ കൊണ്ട് വരച്ചിരിക്കുന്ന ഒരു ചിത്രം എന്ന കവിതയിൽ പരിചയപ്പെട്ടല്ലോ. പ്രകൃതിയിലെ മനോഹരമായ ഒരു കാഴ്ചയെ മറ്റൊരു കവി വാക്കുകൾ കൊണ്ട് വരച്ചിരിക്കുന്നത് നോക്കൂ. കവിതയിലെ വാഗ്മയ ചിത്രങ്ങൾ വിശകലനം ചെയ്തും പ്രയോഗഭംഗി കണ്ടെത്തിയും വരികൾ വ്യാഖ്യാനിച്ചും ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതാണ് നമ്മുടെ അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വൈലോപ്പിള്ളിയുടെ മഞ്ഞക്കിളി എന്ന ഒരു കവിതയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരെ ഇങ്ങനെ കിട്ടുമ്പോൾ നന്നായി വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിലെ പ്രയോഗ ഭംഗിയെല്ലാം കണ്ടെത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ എഴുതി നോക്കാം. മനോഹരമായ ഒരു വർണ്ണനയാണ് മഞ്ഞക്കിളി എന്ന കവിത. അഴക്കൊമ്പത്ത് പൈങ്കിളി ഉണ്ടാക്കിയ കൂടിനെ വർണ്ണിക്കുകയാണ് കവി വൈലോപ്പിള്ളി. പഞ്ഞിയും തൂവലുകളും പായലും വൈക്കോലുമെല്ലാം ചേർത്തിണക്കിയ ഭംഗിയുള്ള കൊച്ചുകൂട്. 4 ദിവസം കൊണ്ടാണ് തൻ്റെ കൊച്ചുമാളിക പൈങ്കിളി ഉണ്ടാക്കിയത്. ഈ കൂട് കണ്ടാൽ തന്നെ പൈങ്കിളിയുടെ കഴിവും ഉത്സാഹവുമെല്ലാം നമുക്ക് മനസ്സിലാകും. വെള്ള തേച്ചി മിനുക്കിയതല്ലെങ്കിലും ഈ കൊച്ചുകൂട് അമ്മയുടെ ഉള്ളുപോലെ വെളുത്തതാണ്, നന്മ നിറഞ്ഞതാണ്. മിന്നാമിനുങ്ങോ വിളക്കിൻ്റെ വെളിച്ചമോ ഒന്നുമില്ലെങ്കിലും ഈ വീട് നന്മയുടെ വെളിച്ചം നിറഞ്ഞതാണ്. മനോഹരമായ ആ കൂട്ടിലാണ് പൈങ്കിളി മുട്ടയിട്ടത്. നല്ല മുഴുത്ത കൊച്ചു രസക്കുടുക്ക പോലെയുള്ള മുട്ട എന്നാണ് കവി വർണ്ണിക്കുന്നത്. ഒരു കൊച്ചുകിളിയുടെ കൂടുകൂട്ടലും മുട്ടയിടലുമെല്ലാം ശ്രദ്ധാപൂർവം നിരീക്ഷിച്ച് കവി രചിച്ചതാണ് ഈ കവിത. തൂവലും പഞ്ഞിയുമെല്ലാം കൊണ്ടുവന്ന് കിളി കൂടുവെക്കുന്നതും അതിൽ മുട്ടയിടുന്നതുമെല്ലാം നേരിട്ട് കാണുന്ന അനുഭവമാണ് ഈ കവിത വായിക്കുമ്പോഴുണ്ടാകുന്നത്. വാക്കുകൾ കൊണ്ട് ഒരു മനോഹര ദൃശ്യം വരച്ചിടുകയാണ് കവി ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു വാഗ്മയ ചിത്രം നിങ്ങൾ എഴുതേണ്ടത്. ഇതിൻ്റെ ഒരു ആസ്വാദനക്കുറിപ്പ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലായത്, എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത്, എങ്ങനെ നിങ്ങൾക്ക് ഇത് ആസ്വദിക്കാൻ കഴിഞ്ഞു, കവിയുടെ വർണ്ണനകൾ എന്തൊക്കെയാണ്, പ്രയോഗഭംഗി എന്തൊക്കെയാണ് എന്നെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ഓക്കെ, ഇനി ആറാമത്തെ പ്രവർത്തനം അനുസ്മരണ പ്രസംഗമാണ്. പാടാനെന്നോർത്ത്
മധുരമ ഗാനം പാടിയതില്ലല്ലോ എന്ന ടാഗോറിന്റെ ഗീതാഞ്ജലിയിലെ ഗാനം പാടി അനശ്വരമാക്കിയ കോഴിക്കോട് അബ്ദുൽ ഖാദറിനെ കുറിച്ച് പാട്ടിന്റെ പാലാഴി എന്ന പാഠഭാഗത്ത് നിന്നും വായിച്ചറിഞ്ഞല്ലോ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില വിവരണങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. അദ്ദേഹത്തെ ഒരുപാട് കാര്യങ്ങൾ 1916 ഫെബ്രുവരി 19, 1977 ഫെബ്രുവരി 13, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് പാഠഭാഗത്ത് നിന്നുള്ള വിവരങ്ങൾ കൂട്ടി ഉൾപ്പെടുത്തി കോഴിക്കോട് അബ്ദുൽ ഖാദറിന്റെ അനുസ്മരണ ചടങ്ങിൽ അവതരിപ്പിക്കാനായി ഒരു പ്രസംഗം തയ്യാറാക്കാനാണ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പ്രസംഗം തുടങ്ങുമ്പോൾ നമുക്കറിയാം എന്തെങ്കിലും ഒരു നമ്മൾ എങ്ങനെ തുടങ്ങുക, ഒന്നെങ്കിൽ സഹൃദയരെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ സഹൃദയരെ, പ്രാണസഖി, ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ എന്ന പാട്ടു കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം തെളിയുന്നത് ബാപ്പുക്ക എന്ന ചുരുക്കപ്പേര് മലയാള ഗാനാസ്വാദകരുടെ മനസ്സിൽ ഇടം പിടിച്ച സംഗീത സംവിധായകൻ MS ബാബുരാജിന്റെ മുഖമാണ്. അദ്ദേഹം ഈണം നൽകിയ അനശ്വരങ്ങളായ നിരവധി ഗാനങ്ങൾ ഇന്നും മലയാളികൾ മനസ്സിനോട് ചേർത്തു നിർത്തുന്നു. ദാരിദ്ര്യവും അനാഥത്വവും നിറഞ്ഞ ബാല്യമായിരുന്നു MS ബാബുരാജിൻ്റേത്. കുഞ്ഞു മുഹമ്മദ് എന്ന പോലീസുകാരൻ കുപ്പയിൽ നിന്നും കണ്ടെടുത്ത മാണിക്യമാണ് അദ്ദേഹം. KT മുഹമ്മദ്, കോഴിക്കോട് അബ്ദുൽ ഖാദർ, KP ഉമ്മർ എന്നിവരുമൊത്തുള്ള ബാല്യവും യൗവനവും അദ്ദേഹത്തിന്റെ പ്രതിഭയെ തേച്ചുമിനുക്കിയെടുത്തു. കോഴിക്കോട്ടെ സഹൃദയരായ സാധാരണക്കാരുടെ സദസ്സുകളിൽ ഗാനമേള അവതരിപ്പിച്ചും കച്ചേരി പാടിയും വളർന്ന ഈ കലാകാരൻ തന്റെ പ്രതിഭാശക്തി കൊണ്ട് സംഗീതത്തിന്റെ ലോകത്തെത്തി. മലയാള സംഗീത ലോകത്തെ അധികായന്മാർക്കൊക്കെ അദ്ദേഹം സ്ഥാനം പിടിച്ചു. അപ്പോൾ ഇങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രസംഗം തയ്യാറാക്കാം. അവസാനം ഈ പ്രതിഭയെ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ കൈകൂപ്പുന്നു അല്ലെങ്കിൽ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്, പക്ഷേ മലയാളമാണ്, നിങ്ങൾക്കറിയാം. നന്നായിട്ട് കൂടുതൽ എഴുതി പിടിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഇപ്പം നിങ്ങൾ പാഠഭാഗങ്ങളെല്ലാം നന്നായി വായിച്ച് മനസ്സിലാക്കി ഓരോരുത്തരുടെയും പ്രത്യേകതകളും എല്ലാം മനസ്സിലാക്കി വെച്ചതിന് ശേഷം എക്സാം എഴുതാൻ പോവുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.